ഹലോ കൂട്ടുകാരെ, നമ്മുടെ എമ്പുരാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മളിലേക്ക് എത്തുകയാണ്. എമ്പുരാനൊപ്പം അതിന്റെ സിനിമ പുറത്തുവിട്ടോടൊപ്പം തന്നെ ബുക്കിംഗ് തൊട്ട് തന്നെ വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും റെക്കോർഡുകളും ഒക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സംഭവം കൂടെ നടക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ കണ്ടിരുന്നു, അതായത് ഹൈദരാബാദിൽ ഈ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂവിൽ അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തക ആണെന്ന് എനിക്ക് തോന്നുന്നു ചോദിച്ചൊരു ചോദ്യം, ഈ മലയാളം പടം ഈ എമ്പുരാൻ എന്തിനാണ് ఈ പറയുന്ന తెలుగులో ఇത്ര വലിയ హైపోడే കൊണ്ടുവരുന്നതെന്നായിരുന്നു. తెలుగులో పెద్ద బ్యానర్స్ నుంచి మ్యాట్ కావచ్చు, రాబిన్ హుడ్ కూడా వస్తుంది. సో మలయాళ సినిమాకి థియేటర్లు ఎక్కించే అవకాశాలు, హౌస్ఫుల్ కూడా నడుస్తున్నాయి. సో అవకాశం ఉంది. ఒక తెలుగు పర్సన్ గా మీరు మలయాళ సినిమాకి ఎక్కువ స్కోప్ ఇచ్చే అవకాశం ఉంది. మలయాళం ఇప్పుడు అలా అడిగితే మలయాళం తెలుగు అని సెపరేట్ చేస్తారు. ఈ రోజు గ్లోబల్ సినిమా కరెక్ట్ ఎక్కడ బాగుంటే అక్కడ చూస్తారు. We have the habit of accepting films from all over the state. Please try and watch my film. Madam, I distributed Salar in Kerala. Prithviraj Productions distributed KGF 2 in Kerala. So, അതിന് പൃഥ്വിരാജ് പറഞ്ഞ മറുപടി, അതായത് അദ്ദേഹം പറഞ്ഞത് സലാർ അത് തന്നെ KGF 2 ഒക്കെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ആണെന്നാണ്. അപ്പൊ ഈ ഒരു ചോദ്യം വളരെയേറെ ഇപ്പൊ നമ്മളിപ്പോ മറ്റുള്ള അന്യഭാഷാ ചിത്രങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കൈനീട്ടി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഒരു പടത്തിനോട് ഇവർക്കുള്ള കോംപ്ലക്സുകൾ എന്തുമാത്രമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം, ഏത് പടം വന്നാലും അതിപ്പോ ഹിന്ദി ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, എന്ത് വന്നാലും ഒരു സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് നമ്മൾ മലയാളികൾ, അല്ലെ? ചിലപ്പോൾ സബ് ടൈറ്റിൽ പോലും വേണ്ട, ഉഗാണ്ടയിൽ നിന്നോ എവിടെ നിന്ന് വന്ന സിനിമ ആണെങ്കിലും കണ്ട് നമ്മളത് ഇഷ്ടപ്പെടും. എന്നാൽ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല, അവർക്ക് അവരുടെ ഭാഷയിലൊക്കെ തന്നെ വേണം. നമുക്ക് അങ്ങനെയല്ല, ഏത് പടം വന്നാലും നമ്മളത് കണ്ടതിനെ വിജയിപ്പിക്കും. നമുക്ക് സബ് ടൈറ്റിൽ ഒന്നും വേണ്ട. എന്തിനാ ചിലപ്പോൾ ഈ ഡബ് ചെയ്ത് വിടുന്ന നമ്മൾ കൈരളി TV എന്തുമാത്രം കളിയാക്കിയിരിക്കുന്നു ചില പടങ്ങളുടെ കാര്യത്തിൽ. ഡബ് പോലും വേണ്ട, നമുക്ക് പടം കണ്ടാൽ മതി. നല്ല പടങ്ങളാണെങ്കിൽ മലയാളികൾ സ്വീകരിക്കുന്നതിന് യാതൊരു മടിയും വരുത്തുന്നവരല്ല. പക്ഷെ നമ്മളുടെ സിനിമയുടെ കാര്യത്തിൽ മറ്റ് ആസ്വാദകർ അവര് അങ്ങനെയല്ല. അവർ വിചാരിക്കുന്നത് മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ചെറിയ ഒരു ഇൻഡസ്ട്രിയാണ്, കണ്ടന്റ് ബേസ്ഡ് ആണ് അവരുടെ സിനിമകൾ. സംഭവമൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അതിന്റെ മറ്റൊരു വശമുണ്ട്. ഇങ്ങനെ പറഞ്ഞ് അതായത് വലിയൊരു ഇൻഡസ്ട്രി അല്ല, വലിയ വലിയ കാര്യങ്ങൾ, ഇല്ലെങ്കിൽ വലിയ ഫൈറ്റ് കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഷയിൽ നിർമ്മിക്കും. നിങ്ങളത് കേട്ട് കൈയടിക്കണം, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, നിങ്ങളുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ്, നിങ്ങൾ ഇറക്കുന്ന നല്ല സിനിമകളൊക്കെ ഞങ്ങളും കാണും എന്നായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഇപ്പൊ മാറ്റങ്ങൾ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർക്കിത് ഉൾക്കൊള്ളാനോ സഹിക്കാനോ പറ്റുന്നില്ല. നമുക്കറിയാം, തമിഴ് പടമൊക്കെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ എന്തുമാത്രമാണ് ആ ഒരു പടങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. തമിഴിന് മാത്രമല്ല, ഹിന്ദിയിലും ഒക്കെ എല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കും. പക്ഷെ ആ മറ്റുള്ള ഭാഷകളിൽ നിന്നുള്ള ആൾക്കാർക്ക് നമ്മളോട് എന്തോ ഒരു നമ്മുടെ ആൾക്കാർ കയറി വീഴുന്നത്, മോഹൻലാലും മമ്മൂട്ടി അല്ലെ, ഇക്കായും ലാലേട്ടനും നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ച് നമുക്കിന്ന് ടോപ്പിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ പടങ്ങളെ പോലും ചില സമയങ്ങളിൽ ഡീഗ്രേഡ് ചെയ്യാനും കളിയാക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പം കഴിഞ്ഞൊരു മാർക്കോ സിനിമ ഇറങ്ങിയപ്പോൾ മുതലാണ് മലയാള സിനിമയിൽ ഇത്ര ഒരു ടെൻഡൻസി. അതായത് ചില ആൾക്കാരായിട്ട് ലോജിക്കിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. കന്നഡ, തമിഴത്തിലുള്ള ആൾക്കാർ സിനിമയിലെ ലോജിക്കിനെ പറ്റി പറയുകയാണ്. 10 പേരെ ഒറ്റയിടിക്ക് വീഴുന്ന ആൾക്കാരും അമാനുഷികമായ പടങ്ങളൊക്കെ ഇറക്കിയ ആൾക്കാരൊക്കെയാണ് മലയാള സിനിമയിലെ ലോജിക്കിനെ പറ്റിയൊക്കെ പറയുന്നത്. അത് ആ സിനിമയെ യൂണിവേഴ്സായിട്ട് ആ സിനിമയായിട്ട് കണ്ടുപോകണം. അതിന് പകരം അതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ വരെ ഭയങ്കര കോമഡി ആയിട്ട് നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ മലയാളികൾ എല്ലാ സിനിമകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നമ്മളതിനെ നെഗറ്റീവ് പറയാതിരിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ഇത് നമ്മുടെ ഇൻഡസ്ട്രിയാണ്. നമ്മുടെ ഇൻഡസ്ട്രി വെച്ച് നമുക്ക് ഒരു പൈസ വരുമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. മറ്റുള്ളവർക്ക് അവരുടെ ഇൻഡസ്ട്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏത് ഇൻഡസ്ട്രിക്കാണെങ്കിലും അവരുടെ ഇൻഡസ്ട്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ള സിനിമകൾ. അവരത് കഴിഞ്ഞിട്ടേ മറ്റുള്ള സിനിമകളെ പറ്റി പറയത്തുള്ളൂ. എനിക്കൊന്ന് മാർക്കോ സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന അതിന് ചെറിയൊരു വ്യത്യസ്തമായിട്ട് ഇപ്പം നോർത്ത് ഇന്ത്യൻ ഹിന്ദി മേഖലയിലൊക്കെ മാർക്കോ സിനിമയ്ക്ക് നല്ല അഭിപ്രായം വന്നിരുന്നു. എങ്കിലും ചില സമയത്തൊക്കെ തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും അവരതിനെ മറ്റു രീതിയിൽ എടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് വലിയൊരു ബജറ്റ് സിനിമ അല്ല എന്ന് ഇവരൊക്കെ അടിച്ചിറക്കുന്നുണ്ട്. അതിന്റെ ബജറ്റ് എന്താണെന്ന് ഇപ്പോഴും അവർ പുറത്തു വിട്ടിട്ടില്ല.
അപ്പം മലയാള സിനിമ എന്ന് പറയുന്നത് അങ്ങനെ വലിയൊരു സിനിമ ഇൻഡസ്ട്രി അല്ല, അത് കണ്ടന്റ് ബേസ്ഡ് മാത്രമാണ്. ചെറിയ ചെറിയ പടങ്ങളൊക്കെ വന്നിട്ട് പോകുന്ന ഒരു വല്ലാത്തൊരു മനോഭാവമാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് നമ്മൾ എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. ഇത്തരക്കാർക്കെതിരെ കമന്റുകൾ കൊടുക്കാനും ഒന്നും നമ്മൾ പോകണ്ട, അതിന്റെ കാര്യമില്ല. നമ്മൾ അങ്ങനെയല്ല. അതിൽ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത് ഒരു തമിഴ് ഒരു യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടേക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഏത് സിനിമ വന്നാലും മലയാളികൾ അതിനെ സ്വീകരിക്കുന്നവരാണ്. തമിഴ് ആയിക്കോട്ടെ, തെലുങ്ക്, കന്നഡ, ഹിന്ദി, എന്തും ആയിക്കോട്ടെ, എന്ത് സിനിമ വന്നാലും നല്ല സിനിമയാണെങ്കിൽ അതിനെ ബിഗ് ബഡ്ജറ്റ് ആണെങ്കിലും അല്ലാതെ ഏത് സാധനമാണെങ്കിലും സ്വീകരിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ. നിങ്ങൾ ദയവ് ചെയ്ത് അവരുടെ പടങ്ങൾ ഇറങ്ങുമ്പോൾ അതിന് താഴെ പോയി ഇമാതിരി കമന്റുകളൊന്നും വിട്ട് അവരെ കൂടെ തിരിപ്പിക്കല്ല, അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റി ഇതുപോലൊരു മറ്റുള്ള ഇൻഡസ്ട്രി പോലെ ആക്കരുത്. അവർ എല്ലാ പടങ്ങളും കാണുന്നവരാണ്, അവർക്ക് ഭാഷയൊരു പ്രശ്നമല്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ മലയാളത്തിൽ നിന്ന് ഇറങ്ങുന്ന പടത്തിനെ വിജയിപ്പിക്കേണ്ടത് കാണുകയൊക്കെ ചെയ്യേണ്ടതാണ്. അതിന് പകരം അവരെ വെറുതെ പ്രകോപിപ്പിച്ച് നിങ്ങൾ അവരെയും മറ്റുള്ള സിനിമകളിൽ നിന്ന് അകറ്റരുത്. അങ്ങനെ എല്ലാ സിനിമകളും കാണുന്ന ഹൃദയവിശാലതയൊക്കെയുള്ള ആൾക്കാരാണ് മലയാളികൾ എന്നാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. എനിക്ക് വളരെയേറെ സത്യമായിട്ടാണ് തോന്നി. ശരിക്കും നമ്മളൊക്കെ എന്തുമാത്രം സിനിമകൾ മനസ്സിലാക്കാതെ ദൃശ്യങ്ങൾ മാത്രം കണ്ടിരിക്കുന്നു. മറ്റുള്ളവർക്ക് അത് പറ്റില്ല. അവർക്ക് മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ സമയത്ത് നിന്ന് അറിയാം എൻ്റെ എന്താണ് പറയുന്നത്, ഭാഷ മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്തുമാത്രമാണ് മറ്റു ഭാഷകളെ. ഇവിടെ ഒരു ബംഗാളി വന്നാലും നേപ്പാളി വന്നാലും ആര് വന്നാലും ജപ്പാൻകാരൻ വന്നപ്പോഴും ആ ഭാഷ നമ്മൾ പഠിക്കാൻ നോക്കും. നമ്മൾ അതും കൂടെ പഠിക്കാൻ നമ്മൾ നോക്കും. നമ്മുടെ ഭാഷയിൽ നിന്ന് മാത്രം നമ്മൾ ഇരിക്കില്ല. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. അപ്പൊ ആ നമ്മളെയാണ് നിങ്ങൾ ദയവ് ചെയ്ത് എന്താണ് പറയുന്നത്, ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കുത്തിരിപ്പുണ്ടാക്കി സിനിമയിൽ നിന്ന് അകറ്റില്ല എന്ന് മറ്റുള്ള ചില ആൾക്കാരെങ്കിലും പറയുന്നത്. അവർക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു കുത്തിത്തിരിപ്പായിട്ട് വന്ന ആൾക്കാർക്ക് നല്ലൊരു മറുപടി പൃഥ്വിരാജും അതിന് ലാലേട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ്. ലാലേട്ടനായാലും മമ്മൂക്കായാലും എല്ലാവരും നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആൾക്കാർ തന്നെയാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് എന്താണ് നമ്മുടെ ഒരു സന്തോഷം തന്നെയാണ്. മറ്റുള്ളവർക്ക് അവരുടെ ഇൻഡസ്ട്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ എത്രയാന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു എമ്പുരാൻ വരുന്നതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല, അത് വേറൊരു കാര്യം. എങ്കിലും ഈ ഒരു സംഭവം നിങ്ങളോട് അറിയിക്കണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ വേണ്ട, ബായ് അടപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ സന്തോഷമുള്ള കാര്യമാണ്. ഈ അമ്മരൊക്കെ നമ്മുടെ ലാലേട്ടൻ്റെയൊക്കെ ഫൈറ്റൊക്കെ അത് കാണട്ടെ. എന്നും അവരുടെ ഫൈറ്റുകളും കാര്യങ്ങളും വലിയ ഇൻഡസ്ട്രിയൊക്കെ നമ്മൾ കണ്ടിട്ടിരുന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഇതൊക്കെ ഒന്ന് കാണട്ടെന്നേ. മലയാളം ഇൻഡസ്ട്രി എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അവർക്കറിയില്ല. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.